السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. അർഹമുറാഹിമായ അള്ളാഹു ഖാലിഖായ റാസിഖായ പടച്ചവൻ നമ്മെ അവൻ്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളിൽ ഉൾപ്പെടുത്തുകയും അവർക്ക് നൽകുന്ന നല്ല പ്രതിഫലം നമുക്കും നൽകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളാണ് പറഞ്ഞു വന്നത്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഇടക്കിടക്ക് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അള്ളാഹുവിന്റെ വിധിവിലക്കുകളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് നിസ്കാരം. ആ നിസ്കാരത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാഫിളു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. ഹാഫിളു, നിങ്ങൾ വളരെയേറെ സൂക്ഷിക്കണം. അലസ്സലവാത്തി, എല്ലാ നിസ്കാരങ്ങളുടെ മേലും, ഫർളായ നിസ്കാരങ്ങളുടെ മേൽ നിങ്ങൾ വളരെ കണിശത പാലിക്കണം. ഒരു നിലക്കും അത് ഒഴിവാക്കാവതല്ല. നിസ്കാരം ഒഴിവാകുന്ന ഒരവസരം എന്ന് പറഞ്ഞാൽ ബുദ്ധി നഷ്ടപ്പെടുന്ന അവസരം മാത്രമാകുന്നു. ബുദ്ധി നിലനിൽക്കുന്നിടത്തോളം കാലം നിസ്കാരം ഇവന്റെ ബാധ്യതയാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ യാതൊരു നിർവാഹവുമില്ല. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വളരെ കാർക്കശ്യമുള്ളവരാകണം. വസ്വലാത്തിൽ ഉസ്ത, പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു നിസ്കാരമാണ് അൽ ഉസ്ത എന്ന പേരിൽ അറിയപ്പെടുന്ന നിസ്കാരം. അസർ നിസ്കാരമാണ് ഉസ്താ നിസ്കാരം എന്ന് പ്രബലമായ ഹദീസിൽ കാണാം. അല്ലാത്ത നിസ്കാരത്തെ കുറിച്ചും ഉസ്ത എന്ന് വന്നിട്ടുണ്ട്. റസൂലുള്ള ഒരു സമയത്ത് ദുആ ചെയ്തു, മനഉനി അൻ സ്വലാത്തുൽ ഉസ്ത സ്വലാത്തുൽ അസ്ർ മല അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറ. അവർ ഉസ്താ നിസ്കാരത്തെ തൊട്ട് എന്നെ തടഞ്ഞു വെച്ചു, നിസ്കരിക്കാൻ അനുവദിച്ചില്ല. അഥവാ അസർ നിസ്കാരത്തെ തൊട്ട് എന്നെ അവർ തടഞ്ഞു നിർത്തി. അതുകൊണ്ട് അള്ളാഹു അവരുടെ വീടുകളെയും ഖബറുകളെയും തീയിനാൽ നിറക്കട്ടെ എന്ന്. ആ ഹദീസിന്റെ പ്രത്യക്ഷാർത്ഥം അനുസരിച്ച് ഉസ്താ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് അസർ നിസ്കാരമാകുന്നു. അതനുസരിച്ച് നമുക്ക് നീങ്ങാം. അപ്പൊ നിസ്കാരങ്ങളുടെ മേലൊക്കെ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഉസ്ത എന്ന അസർ നിസ്കാരം ഒഴിവാക്കരുത്. അതിന്റെ കാര്യം പലപ്പോഴും അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുന്നതാണ്. പകൽ അവസാനിച്ചു, രാത്രിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. ആളുകളൊക്കെ അവരുടെ വീടുകളിലേക്ക് കൂടണയുന്ന സമയം, ജോലിക്ക് പോയവരൊക്കെ വീട്ടിലേക്ക് കയറുന്ന സമയം, ഭക്ഷണത്തിന്റെ വസ്തുക്കളൊക്കെ വാങ്ങുന്ന തിരക്ക്, ഇങ്ങനെയുള്ള പല തിരക്കിൽ പെടുമ്പോൾ അസർ നിസ്കാരത്തിന്റെ കാര്യം പലപ്പോഴും വിട്ടുപോകും. എന്ന് മാത്രമല്ല, മുനാഫിക്കിന്റെ അടയാളങ്ങളിൽ പറഞ്ഞു അസർ നിസ്കാരം ഒഴിവാക്കുന്നവരാണ് മുനാഫിക്ക്. ഇങ്ങനെ അസർ നിസ്കാരമാണ് വുസ്ത എന്ന നിസ്കാരം എന്ന് അറിയിക്കുന്ന ഹദീസുകൾ നിരവധിയുണ്ട്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. വഖൂമൂ ലില്ലാഹി, അള്ളാഹുവിന് നിങ്ങൾ നിന്നു പോരണം. ഖാനിതീന, അവന് ഇബാദത്ത് ചെയ്യുന്നവരായിട്ട്. ഇബാദത്തിന്റെ കാര്യത്തിൽ യാതൊരു വീഴ്ചയും വരുത്താതെ നിങ്ങൾ അള്ളാഹു പറയുന്നത് എന്തോ, അള്ളാഹു പറയുന്നത് എങ്ങനെയോ ആ ക്രമത്തിൽ തന്നെ നിന്നു പോരണം. ഇവിടെ മുഫസ്സിറുകൾ ഖാനിതീൻ എന്ന് പറഞ്ഞതിന് ഖുനൂത്ത് ഓതുന്നവരായിട്ട് എന്ന് അർത്ഥം പറഞ്ഞവരുണ്ട്. നിസ്കാരത്തിൽ ഖുനൂത്തുണ്ട്. ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബ് തുഹ്ഫത്തുൽ മുഹ്താജിൽ കാണാം, അൻ അനസ് റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാൽ ഖാനത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി സുബ്ഹി ഹത്താ ഫാറഖ ദുനിയ. റസൂലുള്ളാഹ് ഇഹലോകവുമായിട്ട് വിട പറയുന്ന കാലം വരെ സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയിട്ടുണ്ട്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്, അല്ലാത്ത തഫ്സീറുകളുമുണ്ട്. فإن خفتم فرجالا أو ركبانا فإذا أمنتم فاذكروا الله كما علمكم ما لم تكونوا تعلمون. നിസ്കാരത്തിന്റെ ഗൗരവമാണ് പറഞ്ഞത്. ഒരു കാരണവശാലും അത് ഒഴിവാക്കാൻ നിർവാഹമില്ല. ഒരുത്തന് നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ അവന് ഇരുന്ന് നിസ്കരിക്കാം. പക്ഷെ അതിന് കുറെ ഉപാധികളുണ്ട്. കസേര കാണുമ്പോഴേക്ക് ഇരുന്ന് നിസ്കരിക്കലല്ല, മറിച്ച് അവന് നിന്ന് നിസ്കരിക്കാൻ ഒരു നിലക്കും കഴിയുന്നില്ല. ഒരു വസ്തുവിലേക്ക് ചാരി നിൽക്കാനും കഴിയുന്നില്ല. മറ്റൊരാൾ അവനെ പിടിച്ചു നിർത്തിയിട്ട് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അത് അവൻ കൂലി കൊടുത്തിട്ടാണെങ്കിലും ശരി, അവൻ നിന്ന് തന്നെ നിസ്കരിക്കണം. ഫർള് നിസ്കാരത്തിന്റെ വിധി അങ്ങനെയാണുള്ളത്.
സ്വന്തത്തിൽ നിൽക്കാൻ കഴിയുന്നില്ല, മറ്റൊരാളെ കൂലിക്ക് കിട്ടാനില്ല, അല്ലെങ്കിൽ കൂലി കൊടുത്തിട്ട് നിൽക്കാനുള്ള കഴിവുവന്നില്ല, ഇങ്ങനെയുള്ള അവസരത്തിലെ ഫർദ് നിസ്കാരത്തിൽ ഇരുന്ന് നിസ്കരിക്കാൻ പാടുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ ഫർദ് നിസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കുക തന്നെ വേണം. അപ്പൊ നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവന് ഇരുന്ന് നിസ്കരിക്കാം. ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്തവനോ ചെരിഞ്ഞു കിടന്നിട്ട് നിസ്കരിക്കാം. അതിന് കഴിയാത്തവന് മലർന്നു കിടന്ന് നിസ്കരിക്കാം. അതിന് കഴിയാത്തവൻ അവന്റെ കൺപോള കൊണ്ട് നിസ്കരിക്കണം, മനസ്സിൽ നടത്തണം. ചുരുക്കത്തിൽ ബുദ്ധി അവന് ഉള്ളിടത്തോളം കാലം നിസ്കാരം ഒഴിവാക്കാൻ യാതൊരു വകുപ്പും ഇല്ല. സുന്നത്ത് നിസ്കാരം ഇങ്ങനെയല്ല. അത് നിന്ന് നിസ്കരിക്കാൻ കഴിയുള്ളവനും ഇരുന്ന് നിസ്കരിക്കാം. ഫൈൻ ഹിഫ്തും, ഇനി നിങ്ങൾ ഭയപ്പെട്ടു, ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് അതിശക്തമായ മലവെള്ളപ്പാച്ചിൽ വരുന്നു, ഇപ്പൊ ഇവിടെ ഇവൻ നിന്ന് നിസ്കരിച്ചാല് അവൻ അപകടത്തിൽപ്പെട്ടു പോകും. ഇങ്ങനെയുള്ള ഭയത്തിൽ അവൻ പെട്ടാൽ, ഫൈൻ ഹിഫ്തും, നിങ്ങൾ ഭയപ്പെട്ടാൽ, ഫരിജാലൻ, കാൽനടക്കാരായിട്ട് നിങ്ങൾക്ക് നിസ്കരിക്കാം. അപ്പൊ നിസ്കരിക്കുന്നു, നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിന് ശേഷം ഇങ്ങനെ നടക്കുന്നു, അതിന് വിരോധമില്ല. ഔ റുക്ബാനൻ, അല്ലെങ്കിൽ വാഹനക്കാരായിട്ട് നിങ്ങൾക്ക് നിസ്കരിക്കാം. യുദ്ധാവസരമാണ്, കുതിരപ്പുറത്തുള്ളത്. എന്നിട്ട് ആ കുതിരപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യുന്ന സമയത്ത് നിസ്കാരം ഒഴിവാക്കാൻ നിർവാഹമില്ല. അപ്പൊ കാൽനടക്കാരായിട്ടോ അല്ലെങ്കിൽ വാഹനം കയറിയവരായിട്ടോ നിങ്ങൾക്ക് നിസ്കരിക്കാം. ശത്രുക്കളെ ഭയപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ പേടിക്കപ്പെടുന്ന വെള്ളമോ അല്ലെങ്കിൽ തീയോ ഇങ്ങനെയുള്ള രംഗം വരുമ്പോഴും നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല. ഇത് ഒരു ഭയപ്പാടിന്റെ സമയത്താണ്. എന്നാൽ ഇത്തരം ഭയപ്പാടുകളൊന്നും ഇല്ലെങ്കിലോ, ഫൈദാ അമിൻതും, നിങ്ങൾ നിർഭയരായാൽ, ഫദ്കുറുല്ലാഹ, അല്ലാഹു തആലയെ നിങ്ങൾ സ്മരിക്കണം, അള്ളാഹുവിനെ നിങ്ങൾ പറയണം. അതാണ് നിസ്കാരം. കമാ അല്ലമക്കും, നിങ്ങൾ അവൻ പഠിപ്പിച്ചു തന്നു, മാലം തകൂനു തഅലമൂന, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെ. അപ്പൊ നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു തന്നത് വലിയൊരു നിഅമത്താണ്, വലിയൊരു അനുഗ്രഹമാണ്. അതിന്റെ പേരിൽ അള്ളാഹുവിനെ നിങ്ങൾ സ്മരിക്കണം. എന്നിട്ട് അള്ളാഹു എങ്ങനെയാണോ നിർദ്ദേശിച്ചത് ആ ക്രമത്തിൽ നിങ്ങൾ ആ കാര്യങ്ങൾ നിർവഹിക്കുകയും വേണം. ചുരുക്കത്തിൽ ഭയമുണ്ടാകുന്ന സമയത്ത് നിസ്കരിക്കുന്നതിന്, സാധാരണ നിസ്കാരം നിർവഹിക്കുന്നതിന് തടസ്സമുണ്ടാകുന്ന സമയത്ത് നിസ്കാരം ഒഴിവാക്കാൻ നിർവാഹമില്ല. അതിനനുസരിച്ചുള്ള നിസ്കാരം അപ്പോൾ നിർവഹിക്കണം. അത് കഴിഞ്ഞു. ഇനി ഒരുത്തൻ മരണപ്പെടുന്ന സമയത്ത് അവന് ഭാര്യയുണ്ട് എങ്കിൽ അവളുടെ കാര്യത്തിൽ ഒരു വസിയത്ത് ചെയ്യലും, ഒരു കൊല്ലത്തിന് അവൾക്ക് ആവശ്യമായ ചെലവുകൾ നടത്താനുള്ളത് ഇവിടെ മാറ്റിവെക്കുകയും ചെയ്യൽ നിർബന്ധമായിരുന്നു ഒരു കാലത്ത്. ആ നിയമം പിന്നീട് ഭേദഗതി ചെയ്യപ്പെട്ടു. എന്നിട്ട് നേരത്തെ പറഞ്ഞു അത് 4 മാസവും 10 ദിവസവുമായിട്ട് ചുരുക്കപ്പെട്ടു. അക്കാലത്ത് അവൾക്ക് ആവശ്യമായ ചെലവുകളൊക്കെ കിട്ടണം, അത് കൊടുക്കേണ്ടത് ആര്, അതൊക്കെ പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു നിയമം അത് ഇങ്ങനെയായിരുന്നു. എങ്ങനെ? വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ വസിയ്യതൻ ലിഅസ്വാജിഹിം മതഅൻ ഇലൽ ഹൗലി ഗൈറ ഇഖ്റാജ് ഫഇൻ ഖറജ്ന ഫലാ ജുനാഹ അലൈക്കും ഫീമാ ഫഅൽന ഫീ അൻഫുസിഹിന്ന മിൻ മഅറൂഫ് വല്ലാഹു അസീസുൻ ഹകീം. വല്ലദീന, ചില പുരുഷന്മാര്, യുതവഫൗന, അവർ മരണമടയുന്നു, മിൻകും, നിങ്ങളിൽ നിന്ന്. അപ്പോ സത്യവിശ്വാസികളായ ആളുകളിൽപ്പെട്ട ആരെങ്കിലും മരണപ്പെടുന്നു. വയദറൂന, അവർ ഒഴിവാക്കുന്നു, അസ്വാജൻ, ഇണകളെ. അപ്പൊ അവരുടെ ഭാര്യമാര് നിലവിലുണ്ട്. എന്നാൽ അവർ ചെയ്യേണ്ട ഒരു കാര്യം, വസിയത്തൻ, അവരൊരു വസിയത്ത് ചെയ്യണം, ഒരു മരണമൊഴി എഴുതി വെക്കണം. ലി അസ്വാജിഹിമ്മി, ഭാര്യമാർക്ക് അനുകൂലമായിട്ട്. എന്തിനെ? മതാനിലൽ ഹൗലി, ഒരു കൊല്ലത്തേക്ക് ആവശ്യമായ സൗകര്യങ്ങളെ, ഗൈറ ഇഖ്റാജിൻ, അവളെ അവളുടെ പാർപ്പിടത്തിൽ നിന്ന് പുറപ്പെടുവിക്കാതെ. അപ്പൊ അവൾക്ക് പാർക്കാൻ പാർപ്പിടം നൽകണം. ആ പാർപ്പിടത്തിൽ അവൾ പുറത്തു പോകാത്ത രൂപത്തിൽ അവൾക്ക് ഒരു കൊല്ലം കഴിഞ്ഞുകൂടാനുള്ള വസ്തുക്കൾ അവൾക്ക് കിട്ടണം. അത് ഇവൻ വസിയത്ത് ചെയ്യണം. ഇങ്ങനൊരു നിയമം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കൊല്ലക്കാലമായിരുന്നു അന്ന് ഇദ്ദ ഉണ്ടായിരുന്നത്, വഫാത്തിന്റെ ഇദ്ദ. പിന്നീട് അതിനെ ഭേദഗതി ചെയ്യുകയും അത് 4 മാസവും 10 ദിവസമായിട്ട് ചുരുക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ഒരു കൊല്ലക്കാലം ഇങ്ങനെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണം. അതിന് ആരും തടസ്സം നിൽക്കരുത്. അതിന് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ അവന്റെ ഭർത്താവിന്റെ കുടുംബാദികൾ ആരാണോ ഇവന്റെ സ്ഥാനത്ത് വരുന്നത് അവർ ചെയ്തു കൊടുക്കണം എന്നപ്പോ പറഞ്ഞത്. വസിയത്ത് ഇവന്റെ ഭാഗത്തുനിന്ന്. ഇനി ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം
ഫൈൻ ഖറജ്ന, ആ സ്ത്രീകൾ ആ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ, ഫലാ ജുനാഹ അലൈക്കും, നിങ്ങളുടെ മേൽ യാതൊരുവിധ കുറ്റവുമില്ല, ഫീമ ഫഅൽന, അവർ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ, ഫി അൻഫുസിഹിന്ന, അവരുടെ നഫ്സുകളിൽ. സ്ത്രീകൾ അവരുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തു നിൽക്കാം, എന്നാൽ നിങ്ങൾക്കതിൽ കുറ്റില്ല. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം, അതിപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് ഇതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളെ പിടികൂടലില്ല. ഫീമ ഫഅൽന ഫി അൻഫുസിഹിന്ന, അവരുടെ നഫ്സിന്റെ കാര്യത്തിൽ അവർ ചെയ്യുന്നതിൽ നിങ്ങളുടെ മേൽ കുറ്റമില്ല. മിൻ മഅറൂഫിന, ചെയ്യുന്നത് ദീനിൽ അറിയപ്പെട്ട രൂപത്തിലായിരിക്കണം. വല്ലാഹു, അല്ലാഹു തആല അസീസുൻ, അവൻ പ്രതാപമുള്ളവനാകുന്നു, അവനാണ് തീരുമാനക്കാരൻ, അവനാണ് നടപ്പാക്കുന്നവൻ. അവനുമായിട്ട് ആരെങ്കിലും ഏറ്റുമുട്ടിയല്ല, ഏറ്റുമുട്ടിയവൻ തോൽക്കും. അള്ളാഹുവെ വിജയിക്കുവാൻ പ്രതാപമുള്ളവനാകുന്നു. ഹക്കീമുൻ, അവൻ ഏത് കാര്യം ഇവിടെ നടപ്പാക്കുന്നുവെങ്കിലും അതിലൊക്കെ ഒരു ഹിക്മത്തുണ്ടാകും, തത്വമുണ്ടാകും. ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, നടപ്പാക്കുന്നത്. വലിൽ മുത്തല്ലഖാതി മതാഉം ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ. വഫാത്തിന്റെ ഇദ്ദയാണ് പറഞ്ഞത്. അത് മുമ്പ് 1 കൊല്ലമായിരുന്നു, പിന്നീട് 4 മാസവും 10 ദിവസവുമായിട്ട് ചുരുക്കപ്പെട്ടു എന്ന്. ആ കാലഘട്ടത്തിൽ അവൾക്ക് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ അവൻ ഒരുക്കിയിരിക്കണം, അവൻ വസിയത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീയെ പറ്റി പറയാം. അതിന്റെ വിധികൾ പറഞ്ഞിട്ടുണ്ട്. വലിൽ മുത്തല്ലഖാത്തി, ത്വലാഖ് ചൊല്ലപ്പെടുന്ന സ്ത്രീകൾക്ക് ഉണ്ട് മത്താഉൻ ബിൽ മഅറൂഫി, മത്തായി ലഭിക്കേണ്ടതുണ്ട്, ഒരു സമ്മാനം കിട്ടേണ്ടതുണ്ട്, ബിൽ മഅറൂഫി, അറിയപ്പെട്ടതായ രൂപത്തിൽ. ഇവനും ഇവളും തമ്മിൽ പിരികയാണല്ലോ. ഇനി ഇവർ തമ്മിൽ ഈ ലോകത്തുനിന്ന് ചിലപ്പോ ഒന്നിച്ചു കൂടിയെന്ന് വരില്ല. ഏതായിരുന്നാലും ശരി, പിരിയുന്ന ഈ പിരിച്ചൽ ഒരു നല്ല നിലക്കാവട്ടെ, ഇവനോടൊരു സന്തോഷം തോന്നുന്ന രൂപത്തിൽ അതിൻ്റെ ഒരു സമ്മാനം കൊടുത്തിട്ട് വിടണം. ബിൽ മഅറൂഫി, അറിയപ്പെട്ടതായ രൂപത്തിൽ. വളരെ നിസാരപ്പെട്ടത് കൊടുത്തിട്ട് ആർക്കുള്ളതാക്കിയതല്ല. ഹക്കൻ, ഇതിന്റെ ഒരു ബാധ്യതയാക്കിയിരിക്കുന്നു അല്ലാഹു അലൽ മുത്തഖീന, സത്യവിശ്വാസികളുടെ മേൽ. അപ്പോൾ മത്തായ കൊടുക്കണം, അതൊരു ബാധ്യതയാകുന്നു. വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരായത്താണത്. വിവാഹമോചിതയായ പെണ്ണിന് നേരത്തെ ഇവളെ വിവാഹം കഴിച്ചിരുന്ന ഭർത്താവ് ആജീവനാന്തം ചെലവ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ ആകെ കോലാഹലം സൃഷ്ടിച്ച ആ കാലത്ത് ഈ ആയത്തിന്റെ അർത്ഥത്തെയായിരുന്നു വികൃതമാക്കിയിരുന്നത്. എന്താ വലിൽ മുത്തല്ലക്കാത്തി, മുത്തല്ലക്കാത്ത് തലാഖിയല്ലപ്പെട്ട പെണ്ണിന് ഭർത്താവിൻ ജീവനാംശം നൽകണമെന്നാണ് അർത്ഥം പറഞ്ഞിരുന്നത്. ആജീവനാന്ത കാലം ഇവൾക്ക് ആവശ്യമായതൊക്കെ ഈ പഴയ ഭർത്താവ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് ഖുർആനിന്റെ വ്യക്തമായ അർത്ഥത്തിന് എതിരും, ഹദീസും അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ലോകത്തിന് പഠിപ്പിച്ചതുമായ ആശയത്തിന്റെ ഘടക വിരുദ്ധമാണ്. തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിന് അവളുടെ ഇദ്ദയുടെ കാലത്ത് കൊടുക്കാനുള്ളത് കൊടുക്കണം, അവൾക്കൊരു സമ്മാനം കൊടുത്ത് തൃപ്തിയോടുകൂടെ പിരിയണം. ഇതൊക്കെ വേണ്ടത് തന്നെ. മത്തായി എന്ന് പറഞ്ഞാൽ ഒരു സമ്മാനം എന്നാണ് അർത്ഥം, ഗിഫ്റ്റ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്. അതിന് ജീവനാംശം എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടായിരുന്നു ഈ നടന്ന കോലാഹലങ്ങളൊക്കെ. അല്ലാഹു തആല അവരോട് പറഞ്ഞു, മൂത്തു, നിങ്ങളൊക്കെ മരിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ മരണത്തെ തൊട്ട് പേടിച്ചിട്ടാണ് അവരവരുടെ ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഇവിടുന്ന് പോയാലും മരിക്കില്ല, രക്ഷപ്പെടാം, മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുള്ളത്. പക്ഷെ ഉണ്ടായത്, അള്ളാഹു അവരോട് പറഞ്ഞു, മൂത്തു, നിങ്ങളൊക്കെ മരിക്കൂ. അള്ളാഹു പറഞ്ഞാൽ പിന്നെ എന്തുണ്ടാകുക? എല്ലാവരും മരിച്ചടങ്ങി, സർവ്വ ആളുകളും മരിച്ചു. സുമ്മ അഹിയാഹും, പിന്നീട് അള്ളാഹു അവരെ ജീവിപ്പിച്ചു. ഹിസ്ഖീൽ നബി അലൈഹിസ്സലാം അള്ളാഹുവോട് ദുആ ചെയ്തു, പടച്ചവനെ, എന്റെ കൗമിനെ ഒന്നടങ്കം നശിപ്പിച്ചവരെ ഹയാത്ത് നൽകണമെന്ന് ദുആ ചെയ്തപ്പോൾ അള്ളാഹു അവർക്ക് ഹയാത്ത് നൽകി. ഇങ്ങനൊരു സംഭവം ബനു ഇസ്രായേലിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ചോദിച്ചു നോക്കൂ ബനു ഇസ്രായേലിനോട്. ഈ പറയുന്നത് റസൂലുള്ളയാണ്, ഖുർആൻ ഓതിക്കൊണ്ടാ പറയുന്നത്. അപ്പൊ ഈ ഖുർആൻ ശരിയാണെന്നും ഇതുമായിട്ട് വന്ന റസൂലുള്ള ശരിയാണെന്നും മുൻകാലത്ത് ഏട് കിട്ടിയവർക്ക് സമ്മതിക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ അവർ പറയട്ടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല ലസൂ ഫളിൻ, ഔദാര്യമുടയവനാകുന്നു, അലന്നാസി, ജനങ്ങളുടെ മേൽ. അള്ളാഹിന്റെ ഉദാരതയാണ് ഇപ്പോൾ കണ്ടത്. വലാകിന്ന അക്സറന്നാസി, പക്ഷെ ജനങ്ങളിൽ പലരും ലാ യഷ്കുറൂന, അള്ളാഹു ചെയ്യുന്ന ഈ ഉദാരവൽക്കരണത്തിന്, ഈ ഫളിന്, ഔദാര്യത്തിന് നന്ദി രേഖപ്പെടുത്തുന്നില്ല. അള്ളാഹു ഫളിലുള്ളവനാകുന്നു. ഈ പറയപ്പെട്ടതിൽ നിന്ന് എന്ത് തിരിഞ്ഞു? ഒന്ന്, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്ഥലം വിട്ടത് കൊണ്ടോ
മാറിയുന്നത് കൊണ്ടോ രോഗമില്ലാത്ത സ്ഥലത്തേക്ക് പോയത് കൊണ്ടോ കഴിയണമെന്നില്ല. അള്ളാഹുവിന്റെ ഖളാ എങ്ങനെയാണോ അതനുസരിച്ച് നടക്കും. ഏത് സ്ഥലത്ത് വെച്ചാണോ ഇവന്റെ മരണം അള്ളാഹു കണക്കാക്കിയത് ആ സ്ഥലത്ത് വെച്ച്, ഏത് സമയത്താണോ കണക്കാക്കിയത് ആ സമയത്ത് അതിന്റെ കൃത്യം അനുസരിച്ച് അത് നടന്നിരിക്കും. സ്ഥലം മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ മാറി നിന്നത് കൊണ്ടോ ഒന്നും തന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു കാര്യം. മറ്റൊന്ന്, ഇത്രയും വലിയൊരു സംഭവം ഇവിടെ നടന്നത് റസൂലുള്ള, ഉമ്മിയായ റസൂലുള്ള ഖുർആൻ ഓതിക്കൊണ്ട് പറയുമ്പോൾ ഈ ഖുർആനും ഇത് ഓതിത്തരുന്ന റസൂലുള്ളയും ശരിയാണെന്ന് ലോകത്തിന് മനസ്സിലാക്കി തരാൻ. കാരണം ഇത് ശ്രദ്ധിക്കുന്നവർ ഇവിടെ ഉണ്ട്. ബനു ഇസ്രായേലിലെ കിതാബിന്റെ അഹ്ലുകാരായ ജൂതന്മാരും അതുപോലെ ക്രിസ്ത്യാനികളും ഇഞ്ചീലിന്റെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അവർക്ക് അറിയുന്ന സംഭവമാണ് ഈ പറയുന്നത്. وقاتلوا في سبيل الله واعلموا أن الله سميع عليم. ഈ പറയുന്നതിൽ നിന്ന്, ഈ പറഞ്ഞ സംഭവത്തിൽ നിന്ന് മറ്റൊരു കാര്യം തിരിഞ്ഞു. യുദ്ധത്തിന്റെ കൽപ്പന വന്നപ്പോൾ പലരും മാറി നിന്നു. എന്താ കാരണം? യുദ്ധത്തിന് പോയാൽ പരിക്കേൽക്കാനും മരണപ്പെടാനും സാധ്യതയുണ്ട്. അപ്പൊ എന്റെ കുടുംബത്തിൽ ഞാൻ നഷ്ടപ്പെടും എന്ന പേടി കൊണ്ട് അവർ മാറി നിന്നു. ഇങ്ങനെയുള്ളവരെ അറിയിക്കുക കൂടിയാണ് ചെയ്യുന്നത്. മരണം എത്തുകയാണെങ്കിൽ അത് യുദ്ധക്കളത്തിൽ അല്ല എന്നതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ഇതുകൂടി ബോധ്യപ്പെടുത്തൽ ഇതിന്റെ ലക്ഷ്യമാണ്. അതുകൊണ്ട് വഖാതിലൂ ഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ അത് ചെയ്യണം. വഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല സമീഉൻ, എല്ലാം കേൾക്കുന്നവനാകുന്നു, അലീമുൻ, അവൻ അറിയാത്തതായിട്ടൊന്നുമില്ല, എല്ലാ കാര്യങ്ങളെയും അള്ളാഹു അറിയുന്നവനാകുന്നു. നിങ്ങളിങ്ങനെ രഹസ്യമായിട്ട് പറയുന്നുണ്ട് യുദ്ധക്കളത്തിലേക്ക് പോകണ്ട, അങ്ങനെ പോയാൽ ശത്രുവിന്റെ വെട്ടേറ്റ് മരിക്കേണ്ടി വരും, അതുകൊണ്ട് ഇവിടെ ഇരുന്നാൽ ജീവഹാനി സംഭവിക്കുകയില്ല എന്ന് നിങ്ങൾ രഹസ്യം പറയുന്നുണ്ട്, അടക്കം പറയുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല സമീഉനെല്ലാം കേൾക്കുന്നുണ്ട്, അലീമുനെല്ലാം അറിയുന്നവനുമാകുന്നു. അതുകൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യുദ്ധത്തിൽ നിന്ന് മാറിയുന്നത് കൊണ്ടോ രോഗമുള്ള സ്ഥലത്ത് നിന്ന് ഓടിയത് കൊണ്ടോ ഒരിക്കലും സാധ്യമല്ല. മരണം അതിന്റെ കൃത്യസമയത്ത് പിടികൂടുക തന്നെ ചെയ്യും. പരലോകം സമ്പാദിക്കലായിരിക്കണം മനുഷ്യന്റെ ലക്ഷ്യം. അതുകൊണ്ട് മൻ ദല്ലദീ യുഖ്രിളുല്ലാഹ ഖർളൻ ഹസനൻ ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ വല്ലാഹു യഖ്ബിളു വയബ്സുതു വഇലൈഹി തുർജഊൻ. മൻ, ആരാകുന്നു, ദല്ലദീ, ഒരുത്തൻ, യുഖ്രിളുല്ലാഹ, അല്ലാഹുവിന് അവൻ കടം കൊടുക്കും, ഖർളൻ ഹസനൻ, വളരെ മെച്ചപ്പെട്ടതായ കടത്തെ. അള്ളാഹു ഒരു മിസ്കീനാണ്, ഫക്കീറാണ് എന്നാണ് തോന്നിപ്പോകുക. എന്നാൽ അതല്ല ഉദ്ദേശം. അള്ളാഹുവിന് നല്ല നിലക്ക് കൊടുക്കാൻ ആര് തയ്യാറുണ്ട്? ഹസനായ ഖർള് എന്ന് പറഞ്ഞാൽ ഇവന് ഏറ്റവും ആവശ്യമാവുന്ന സമയത്ത് അതിനെ തിരിച്ചു തരും എന്ന് മാത്രമല്ല, അത് വളരെ നല്ല നിലക്ക് തന്നെ തിരിച്ചു തരും. സാധാരണ ചിലപ്പോഴൊക്കെ കടം കൊടുത്താല് അത് അവധിക്ക് കിട്ടാതിരിക്കലും കിട്ടുമ്പോൾ അതിൽ നിന്ന് കുറയലൊക്കെ പതിവുണ്ട്. എന്നാൽ അങ്ങനെയല്ല. അള്ളാഹുവിന് ആരെങ്കിലും കൊടുത്താൽ, കടമായിട്ട് കൊടുത്താൽ, അള്ളാഹു അവനിൽ നിന്ന് വാങ്ങുന്നത് നല്ല ഖർള് ആയിട്ടാണ്. അതുകൊണ്ട് ഇവന് ഏറ്റവും ആവശ്യമാവുന്ന സമയത്ത് നൽകുകയും ചെയ്യും, അത് നല്ല രൂപത്തിൽ നൽകുകയും ചെയ്യും. അതാണ് പറയുന്നത് ഫയുളാഇഫഹു ലഹു, അള്ളാഹു അതിനെ അവന് ഇരട്ടിപ്പിച്ചു കൊടുക്കും, അദ്ആഫൻ കസീറത്തൻ, അനവധി നിരവധി ഇരട്ടികളായിട്ട് നൽകും. ഇതുകൊണ്ട് നിങ്ങൾ ചെലവഴിക്കണം, ദീനിന്റെ ആവശ്യം വരുമ്പോൾ ചെലവഴിക്കണം. അതൊക്കെ അള്ളാഹുവിന് കടം കൊടുത്തതാണെന്ന് വെച്ചാൽ മതി. നിങ്ങൾക്ക് ആവശ്യമാവുന്ന സമയത്ത് അനവധി നിരവധി ഇരട്ടിയായിട്ട് അള്ളാഹു തിരിച്ചു തരും. ഒരു കാര്യം മനസ്സിലായിക്കോളൂ, അല്ലാഹു തആല യഖ്ബിലു, അവനാണ് പിടിച്ചു വെക്കുന്നത്, വയബ്സുത്തു, അവനാണ് വിശാലമാക്കുന്നത്. ചിലർക്ക് അള്ളാഹു ഇടുക്കം ഞെരുക്കൊക്കെ നൽകുന്നു, മറ്റു ചിലർക്ക് വളരെ വിശാലമായിട്ട് നൽകുന്നു. ഇതൊക്കെ നൽകുന്നത് അള്ളാഹു ആകുന്നു. അതുകൊണ്ട് അള്ളാഹു നൽകുന്നതിൽ നിന്ന് നിങ്ങൾ അവന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ഒരു കാര്യം മനസ്സിലാക്കുക, വഇലൈഹി, അള്ളാഹുവിലേക്ക് തന്നെ തുർജഊന, നിങ്ങൾ മടക്കപ്പെടും. അന്ന് നിങ്ങൾ ചെലവഴിച്ചതിനെ കുറിച്ച്, നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് മുഴുവൻ ചോദ്യം ചെയ്യപ്പെടുകയും എന്നിട്ട് അതിനനുസരിച്ച പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. അർഹമുർ റഹീമായ അള്ളാഹു ആ ദിവസത്തിൽ നമുക്ക് നല്ല പ്രതിഫലം നൽകി രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.